ഹായ് ചങ്കുകളെ, പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ കുഞ്ഞേച്ചി വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ. പലരും കണ്ടുമടുത്തൊരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാനിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. 55 ഏക്കറിലായി പരന്നു കിടക്കുന്ന രാജ്യത്തെ ഏറ്റവും പഴയ മൃഗശാലകളിൽ ഒന്നായ തിരുവനന്തപുരത്തെ മൃഗശാലയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. 1830-1847 കാലഘട്ടത്തിൽ തെക്കൻ കേരളം ഭരിച്ചിരുന്ന പ്രശസ്ത രാജാവ് സംഗീത സംവിധായകനുമായ സ്വാതി തിരുനാൾ ഈ മൃഗശാല സ്ഥാപിച്ചിരിക്കുന്നത്. പ്രവേശന കവാടത്തിൽ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ദിനോസറിന്റെ പ്രതിമ കാണാം. അത് കഴിയുമ്പോൾ ഒരു അക്വേറിയം കാണും. നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. അക്വേറിയം കടന്ന് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് അതിമനോഹരമായ പൂന്തോട്ടം കാണാം. എന്ത് ഭംഗിയാണ് നോക്കിയേ. പലതരത്തിലുള്ള പൂക്കളും ചെടികളും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. കണ്ണിന് കുളിർമ നൽകുന്നതാണ് ഈ കാഴ്ച. കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് ഓരോ ചെടികളും പൂക്കളും കാണാനായിട്ട്. ഇനിയാണ് നമ്മൾ മൃഗശാലയുടെ ഉള്ളിലേക്ക് കടക്കാൻ പോകുന്നത്. ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ 2 ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് മൃഗശാലയിലേക്കുള്ളതും ഒന്ന് ശ്രീചിത്ര ആർട്ട് ഗാലറിയിലേക്കുള്ളതും. നമ്മൾ മൃഗശാലയിലേക്കാണ് പോയത്. ഫസ്റ്റ് കാണുന്നത് കുരങ്ങിന്റെ സെക്ഷനാണ്. ഈ കുരങ്ങിന്റെ പേര് ബംഗാൾ കുരങ്ങ്. 20 മുതൽ 30 വർഷം വരെയാണ് ഇതിന്റെ ആയുസ്. ഇവർ മിശ്രബുക്കുകളാണ്. ഈ കാണുന്നത് റിയ എന്ന പക്ഷിയാണ്. അമേരിക്കൻ തെക്കുകിഴക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പക്ഷിയാണ്. ഈ കാണുന്നത് ഹനുമാൻ കുരങ്ങാണ്. ഇത് സസ്യബുക്കാണ്. 18 മുതൽ 30 വരെ ആയുസുണ്ട്. ഇനി ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഇതാണ് വെള്ളിമൂങ്ങ. അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും കാണപ്പെടാറുണ്ട് ഈ മൂങ്ങ. മാംസബുക്കാണ്. 5 മുതൽ 10 വരെയാണ് ആയുസ്. ഈ കാണുന്നത് ഹിമാലയൻ കഴുകനാണ്. ഇതും മാംസബുക്കാണ്. 20 വർഷം വരെ ആയുസുണ്ട്. അടുത്തത് ബംഗാൾ കഴുകൻ. ഇതും മാംസബുക്കാണ്. 17 മുതൽ 19 വർഷം വരെ ആയുസുണ്ട്. എന്ത് വലുപ്പാണെന്ന് നോക്കിയേ ഇവരൊക്കെ കാണാനായിട്ട്. അടിപൊളിയല്ലേ. അടുത്തതായി കാണുന്നത് മീൻ മുതലയാണ്. ഇതും മാംസബുക്കാണ്. 40 മുതൽ 60 വയസ്സ് വരെ ആയുസുണ്ട് ഇതിന്. അടുത്തതായി നമുക്ക് കുറച്ച് പക്ഷികളെ പരിചയപ്പെട്ടാലോ. വെള്ള അരിവാൾക്കൊക്കൻ, ചാലമുഖി, പാതിരാക്കൊക്ക്, കുളക്കൊക്ക്, ചേരക്കോഴി, വെൺപൊതുമാനം, ഉള്ളിച്ചുണ്ടൻ, വയൽനായ്ക്കൻ, വർണ്ണക്കൊക്ക്, ചൂളനരട്ടൻ, ഇവരൊക്കെയാണ് അവർ. എന്ത് ഭംഗിയാ നോക്കിയവർക്ക് കാണാനായിട്ട്. അടിപൊളിയല്ലേ. വെള്ളമൊന്നും കാണാൻ വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ. അതൊന്നും നോക്കാം. കൊക്ക് പോലും നോക്കി. എന്ത് ഭംഗിയാ. ഇതാണ് വർണ്ണക്കൊക്ക്. അടുത്ത് നമുക്ക് നീർനായയെ കണ്ടാലോ. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ എമ്പാടും കാണപ്പെടുന്ന ഒന്നാണ് നീർനായ. 4 മുതൽ 10 വരെയാണ് ആയുസ്. മാംസബുക്കാണ്. എന്ത് രസമാണ് നോക്കിയേ അവര് നീന്തുന്നത് കാണാനായിട്ട്. ഈ കാണുന്നതാണ് ആമസോൺ തത്ത. ഇത് നമ്മുടെ സുവർണ്ണക്കോഴിയാണ്. ഒത്തിരി ക്ലിയർ ആയിട്ട് അവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ കാണുന്നതാണ് പന്നിക്കരടി. 45 വർഷം വരെയാണ് ഇവരുടെ ആയുസ്. കുഞ്ഞുങ്ങളെ പുറത്തേറ്റിക്കൊണ്ട് നടക്കുന്ന ഏക കരടിയാണ് പന്നിക്കരടി. ഈ കാണുന്നത് ആരാണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമല്ലോ. ഇത് നമ്മുടെ കാട്ടിലെ രാജാവായ സിംഹമാണ്. ഇവരെ കുറിച്ച് കൂടുതലായി ഒന്നും പറയാൻ തന്നെ എനിക്കില്ല. അടുത്തതായി കാണുന്നത് യമോ എന്ന പക്ഷിയാണ്. ഇതൊരു മിശ്രബുക്കാണ്. 10 മുതൽ
20 വർഷം വരെയാണ് ആയുസ്. അടുത്തതായി കാണുന്നത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. അടുത്തതായി നമുക്ക് മ്ലാവിനെ പരിചയപ്പെട്ടാലോ? ഇതും സസ്യ ബുക്കാണ്. 20 വർഷം തൊട്ട് 26 വർഷം വരെയാണ് ആയുസ്. ഇത് ബ്രൗൺ കളറിലുള്ള ഇലയാണ്. നേരത്തെ കണ്ടത് വൈറ്റാണ്, ഇത് ബ്രൗൺ കളർ. ഈ കാണുന്നതാണ് കാട്ടുപോത്ത്. എന്നെ മസിലാണെന്ന് നോക്കിയേ, അടിപൊളിയല്ലേ? കാണുമ്പോൾ തന്നെ പേടിയാവുന്നല്ലേ. ഇത് പന്നിമാനാണേ. ഈ കാണുന്നതാണ് പുള്ളിപ്പുലി. പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആരാണെന്ന് നോക്കിയേ, ഇതാണ് വെള്ളക്കടുവ. 25 വർഷം വരെയാണ് ആയുസ്. കാണാൻ അടിപൊളിയാണ് കേട്ടോ. നോക്കിയേ, പതുങ്ങി വരുക. ഈ കാണുന്നതാണ് കുറുനരി. ഇതിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലും ഉണ്ട്. ഈ കാണുന്ന തത്തെ നോക്കി, എന്ത് ഭംഗിയാണ് നോക്കിയേ. ഇതാണ് മക്കാവൂ തത്ത. അടിപൊളിയല്ലേ? ഈ കാണുന്നത് നീലക്കാളയാണ്. അടിപൊളിയല്ലേ? ഈ കാണുന്നതാണ് ആഫ്രിക്കൻ തത്ത. അടിപൊളിയാണ് ഇത് കാണാൻ. ഇനി നമുക്ക് ശലഭ പാർക്കിലോട്ട് പോയാലോ? അവിടെ നമുക്ക് പലതരത്തിലുള്ള ശലഭങ്ങളെ കാണാനായി കഴിയും. എന്ത് മനോഹരമാണെന്നോ കാഴ്ച കാണാനായിട്ട്. അവിടെയുള്ള ശലഭങ്ങളുടെ പേരെല്ലാം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ കാണുന്ന ആളെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതാണ് ഒട്ടകപ്പക്ഷി. എന്ത് വലിപ്പമാണെന്ന് നോക്കിയേ ഒട്ടകപ്പക്ഷിയെ കാണാനായിട്ട്. അടുത്തതായി കാണുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ മയിലിനെയാണ്. എന്ത് രസമാണെന്ന് നോക്കിയേ. അവർ പീലി ഉടർത്തി നിൽക്കുകയാണ്. എന്നെ കണ്ടിട്ടാണോ പീലിയൊക്കെ ഉടർത്തി? നൃത്തം ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് കാണുന്നത് ഉരവങ്ങളുടെ സെക്ഷനാണ്. ഇനി അങ്ങോട്ട് പോയാലോ? അവിടെ പലതരത്തിലുള്ള പാമ്പിനെ നമുക്ക് കാണാൻ കഴിയും. അവരെ കുറിച്ചൊന്നും കൂടുതലായൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കും. എല്ലാത്തിനും പേരുകൾ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പെരുമ്പാമ്പ്, മൂർഖൻ, നക്ഷത്രാമ, ചേര, പല ടൈപ്പ് സംഭവങ്ങളും അവിടെയുണ്ട്. എല്ലാം ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ മ്യൂസിയത്തിലെ ഏറെക്കുറെ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.